നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മലയാളികളടക്കം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 5 മരണം. ബഹ്റൈനിൽ കാർ ട്രക്കുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മലയാളിയടക്കം 5 ഇന്ത്യക്കാർ മരിച്ചു. ഓണാഘോഷ പരിപാടികൾ കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഇവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് സ്വദേശി PV മഹേഷ്, പെരിന്തൽമണ്ണ സ്വദേശി ജഗത് വാസുദേവൻ, തൃശൂർ ചാലക്കുടി സ്വദേശി ഗൈദർ ജോർജ്, തലശ്ശേരി സ്വദേശി അഖിൽ രഘു എന്നിവരും തെലങ്കാന സ്വദേശി സുമൻ രാജണ്ണയുമാണ് മരിച്ചതെന്നാണ് വിവരം. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് ഈ അപകടം നടന്നത്. റൈനിലെ അലിയിൽ ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ഹൈവേയിലാണ് 5 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം ഉണ്ടായത്. സൽമാബാദിൽ നിന്ന് മുഹറഖിലേക്ക് പോവുകയായിരുന്ന കാർ ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. മരിച്ചവർ എല്ലാവരും ബഹ്റൈനിലെ ഒരു പ്രമുഖ മെഡിക്കൽ സെന്ററിലെ ജീവനക്കാരാണെന്നാണ് പ്രാഥമിക വിവരം. മെഡിക്കൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു സംഘം. മൃതദേഹങ്ങൾ സൽമാനിയ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തുടർ നടപടികൾ സ്വീകരിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതേസമയം കുവൈത്തിൽ വാഹനാപകടത്തിൽ മലയാളി യുവതിക്ക് ദാരുണാന്ത്യം. കോട്ടയം ഇരവിനല്ലൂർ സ്വദേശിനി ഏഴുമാവിൽ തുണ്ടിയിൽ വലംപറമ്പിത്താഴെ സുശീലയാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. കുവൈത്തിലെ അർദിയയിലുണ്ടായ വാഹനാപകടത്തിലാണ് മരണം. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതുപോലെ സൗദിയിൽ റോഡ് മുറിച്ചു കടക്കവേ കാറിടിച്ച് പ്രവാസി യുവാവ് മരിച്ചു. തെക്കൻ സൗദി അതിർത്തി മേഖലയിൽ നജ്റാനിലെ അറീസയിലാണ് റോഡ് മുറിച്ചു കടക്കവേ വാഹനമിടിച്ച മുഹമ്മദ് ഫറാഷ് ഗുൽഫാം മരിച്ചത്. 30 വയസ്സായിരുന്നു. നജ്റാൻ സൂഖ് ഷെഖ്വാനിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. ഒരു യമൻ പൗരനോടൊപ്പം മുഹമ്മദ് ഫറാഷ് റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു. അതിവേഗത്തിലെത്തിയ വാഹനമിടിച്ച് 2 പേരും തൽക്ഷണം മരണപ്പെടുകയായിരുന്നു. കിങ് ഖാലിദ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നജ്റാനിൽ ഖബറടക്കി. നജ്റാൻ KMCC പ്രവർത്തകരായ സലീം ഉപ്പള, സത്താർ തച്ചനാട്ടുകര തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇതിനാവശ്യമായ നിയമ നടപടികൾ പൂർത്തീകരിച്ചത്. ഫറാഷിന്റെ സഹോദരൻ ഫയാസും സുഹൃത്തുക്കളും ഖബറടക്ക ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.